ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വർക്ക് പ്ലേസ് റിലേറ്റഡ് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ആൻഡ് ഹൗ ടു മാനേജ് ഇറ്റ്. ഈ കാലത്ത് എല്ലാവരും കരിയർ ഓറിയൻറ്റഡ് ആണ് അല്ലേ? വെദർ ഇറ്റ് ഈസ് മെൻ ഓർ വുമൻ, ബോത്ത് ആർ വർക്കിംഗ്. എല്ലാവർക്കും വർക്ക് പ്ലേസ് റിലേറ്റഡ് ഇഷ്യൂസും ഉണ്ടാവും. ചിലർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇന്ന് ആ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. വർക്ക് പ്ലേസ് റിലേറ്റഡ് ഇഷ്യൂസ് മെയിൻലി വരുന്നത് വർക്ക് ലോഡ്സ് അല്ലെങ്കിൽ സ്ട്രെസ്, മെയിൻലി ഡ്യൂ ടു മാനേജേഴ്സിൻ്റെ മൈക്രോ മാനേജ്മെൻറ്റ്, ഇതൊക്കെ കൊണ്ടായിരിക്കും. നമ്മളും ഒത്തിരി ന്യൂസസ് കേൾക്കുന്നതാണ് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന സൂയിസൈഡ്സ്, ഹാർട്ട് അറ്റാക്സ്, ഫിസിക്കൽ ഇഷ്യൂസ്. സോ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു അല്ലേ? നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന കുറച്ച് പോസിറ്റീവ് വേർഡ്സ് ആണ് ഹാർഡ് വർക്കിംഗ്, പുഷ് യുവർ ലിമിറ്റ്സ്, ബി ലോയൽ, ബി ഹോണസ്റ്റ്, ബി സിൻസിയർ. വെൽ, ഇതൊന്നും ഫോളോ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊക്കെ ചെറിയൊരു ട്രാപ്പ് അല്ലേ? ഈ ടോപ്പിക് എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരുപാട് റിസർച്ചിൻ്റെ ആവശ്യമില്ല, കാരണം എൻ്റെ എക്സ്പീരിയൻസ് തന്നെ എനിക്കിതിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ 4 ഇയേഴ്സ് ഒരു കോർപ്പറേറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കോർപ്പറേറ്റിൽ മാത്രമേ ഉള്ളൂ ഈ സ്ട്രെസ് എന്ന്. അങ്ങനെയല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ആസ് എ ഫ്രഷർ ഞാൻ ആദ്യമായിട്ട് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, ഇംപ്രസ് ചെയ്യിക്കണം. സോ ഞാൻ അതുപോലെയൊക്കെ തന്നെ വർക്ക് ചെയ്തത്. ആദ്യമൊക്കെ അവരുടെ പേർക്സ് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്, പിസ്സ പാർട്ടി, ഇതിലൊക്കെ വീണ് പോയിരുന്നു നമ്മൾ. ആദ്യമൊക്കെ സാറ്റർഡേയ്സ് മാത്രമായിരുന്നു വർക്കിംഗ്. പിന്നെ ചില സമയങ്ങളിൽ സാറ്റർഡേയ്സും സൺഡേയ്സും വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. ആൻഡ് വി ആർ എ ഫാമിലി എന്നും പറഞ്ഞു. സോ അതൊക്കെ വിശ്വസിച്ച് നമ്മൾ ഏകദേശം ഒരു മാസം വിത്തൗട്ട് എനി റെസ്റ്റ്, വിത്തൗട്ട് എ ഹോളിഡേ ഫുൾ വർക്ക് ചെയ്തു. സോ ആ വർക്ക് ചെയ്ത മന്തിൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ തേർഡ് ഓർ സെക്കൻഡ് ആയിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് 1 month ഐ റിയലൈസ് ദർ ഇസ് സംതിങ് റോങ്. ഐ വെൻറ്റ് ഇൻ ടു എ ലോ എസ്റ്റീം, ഭയങ്കര ലോ മോട്ടീവായിരുന്നു, ഡ്രെയിൻഡ് ആയിരുന്നു. ഐ വിൽ നോട്ട് സേ ദറ്റ് ഐ വാസ് ഡിപ്രസ്ഡ് ബിക്കോസ് ഇറ്റ്സ് എ ക്ലിനിക്കൽ ടേം, ബട്ട് ഐ വാസ് വെരി സാഡ് ആൻഡ് മൈ ബ്രെയിൻ വാസ് ടെല്ലിങ് മീ ദറ്റ് ഹി ഓവർ വർക്ക്ഡ്. ആ പോയിന്റിൽ ഞാൻ റിയലൈസ് ചെയ്തു, ഞാൻ എൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിനെ ഓവർ സ്ട്രെസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്. ആഫ്റ്റർ ദാറ്റ് എനിക്ക് കുറേ റിയലൈസേഷൻ വന്നു, എങ്ങനെ ഒരു കോർപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ വർക്ക് ലോഡ് ഹാൻഡിൽ ചെയ്യണം. Because if you're good at something, you will be loaded with lots of work. So once I handled everything, ഞാൻ വിചാരിച്ചു ഇത് ഓക്കെ ആയിരിക്കും, ഇനി എനിക്ക് ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഐ നോ ഹൗ ടു ഹൗ ടു മാനേജ് സ്ട്രെസ്. പക്ഷേ ആഫ്റ്റർ 4 ഇയേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്, എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ അബുദാബിയിലേക്ക് വന്നപ്പോൾ, ഇറ്റ്സ് എ ന്യൂ കൺട്രി, ന്യൂ സിറ്റി. സോ പുതിയ ജോലിക്ക് വേണ്ടി ഐ വാസ് പ്രിപ്പയറിങ്, എക്സാംസ് എല്ലാം പാസ്സായി. സോ ഐ വാസ് വെരി ഡെസ്പറേറ്റ് ഫോർ എ ന്യൂ ജോബ്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ സെയിം ബാക്ക് ടു ദ നോർമൽ ഫ്രഷർ ആറ്റിറ്റ്യൂഡ് ഞാനും ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചു. I worked so hard. I was bombarded with work, but I was doing everything because I have an organizational skill. I know how to prioritize because the last 4 years in ഞാൻ പഠിച്ച കുറേ പാഠങ്ങൾ I could implement, but still it was a very stressful environment. I can't believe that I had like 3-4 panic attacks working there. So then I realized I should not go beyond this. എനിക്കൊരു 2 years കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ എനിക്ക് ഒരു രീതിയിലും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ദെൻ ഐ ലിസൺ ടു മൈ heart because the salary was good. So one part of me was saying, okay, stick back. പക്ഷെ one part of my mind is saying, no, you are under pressure, it's draining your energy. Because ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഐ കുഡ് നോട്ട് ഈവൻ ലൈക്ക് open my eyes. Like 1-2 hours I would freeze down completely because I was drained. My whole energy was gone. Like it was very terrible. So ഞാൻ എൻ്റെ full riskil I resigned my job after 1 year and 8 months. But I completed 2 years because I had notice period because it was a very toxic environment. എനിക്ക് 3 മാസം നോട്ടീസും, I mean it was very difficult actually.
So as an experienced person, I can say how to manage these things. How to manage stress. ഫസ്റ്റ് നിങ്ങളുടെ മൈൽ സ്റ്റോൺസ് വളരെ റീസണബിളും അച്ചീവബിളും ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് റെഗുലർ എക്സസൈസ്, വെദർ ഇറ്റ് ഈസ് എ ലോങ് വാക്ക് ഓർ എ റെഗുലർ ജിം, എനിത്തിങ് വിൽ ബി ഫൈൻ. എപ്പോഴും ഒരു റിലാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ പഠിച്ച പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വീക്ക്ലി ഒരു ഡേ എങ്കിലും ഓഫ് എടുക്കുക. ഓഫ് മീൻസ് കംപ്ലീറ്റ്ലി ഓഫ്. ആ ദിവസം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒരു ഹറി ബറിയോ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈവൻ ഇഫ് യു ആർ കുക്കിംഗ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ റിലാക്സ്ഡ്. ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് പോവുകയാണെങ്കിലും യു ഷുഡ് ബി വെരി റിലാക്സ്ഡ് ആൻഡ് എൻജോയ് ദാറ്റ് ടൈം. സോ ആ ഒരു റിലാക്സേഷൻ ഡേ വിൽ റിജുവനേറ്റ് യു. പിന്നെ വർക്ക് പ്ലേസസിലെ മാനേജ്മെൻറ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഹൗ ടു പ്രയോറിറ്റൈസ് യുവർ വർക്ക്സ്, ഓർഗനൈസ് യുവർ സെൽഫ്. പിന്നെ നിങ്ങളുടെ ഓവർ സ്ട്രെസ്സ്, ഒട്ടുമിക്ക പേർക്ക് ഇതൊക്കെ അറിയാമെങ്കിലും വേറെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാതെയാവും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് പുതിയൊരു റിസ്ക് എടുക്കാനുള്ള പേടി. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ മൈൻഡ് വളരെ പവർഫുള്ളാണ്. അതിന് സ്വന്തമായി ഹീൽ ചെയ്യാനുള്ള ഒരു പവറുണ്ട്. പക്ഷെ നമ്മൾ മൈൻഡിനെ ലിസൺ ചെയ്യണം. ഡ്യൂ ടു അതർ റീസൺസ് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ ഓവർ മൈൻഡ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ അനുഭവിക്കുന്നത്. എക്സ്ട്രീം ഫിസിക്കൽ ഇഷ്യൂസ്, മെൻ്റൽ ഇഷ്യൂസ്, ഡിപ്രഷൻസ്, ഇതൊക്കെയായിരിക്കും ഇതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ വർക്ക് വളരെയധികം ടോക്സിക് ആണ് ആൻഡ് ഇറ്റ്സ് ഡ്രെയിൻസ് യു ഔട്ട്. ഇറ്റ്സ് ബിഗ് ടൈം യു ടേക്ക് ദാറ്റ് ഡിസിഷൻ. വെദർ നിങ്ങൾ വർക്ക് പ്ലേസിൽ ആക്ട് ചെയ്യുക ദാറ്റ് ദീസ് തിങ്സ് ആർ മേക്കിംഗ് മീ സ്ട്രെസ്, സോ ഐ ഷുഡ് അവോയ്ഡ് ഇറ്റ്. അല്ലെങ്കിൽ ലീവ് ദ ജോബ് ആൻഡ് ഫൈൻഡ് സംതിങ് ബെറ്റർ. ശരിക്കും കരിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസെപ്റ്റ്. സോ നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സമ്പാദിക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ആറ്റിറ്റ്യൂഡ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇനിയും ചലഞ്ചസ് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ലിസൺ ടു യുവർ മൈൻഡ്. ബിക്കോസ് നിങ്ങളുടെ ബോഡി ഫീവർ വന്നാൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻ്റൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും സെയിം റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഡോക്ടറിൻ്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ ഹെൽപ്പും ആവശ്യപ്പെടണം. സോ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ബിക്കോസ് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ കേട്ട ന്യൂസ്, ദർ വാസ് എ സൂയിസൈഡ് ബിക്കോസ് ഓഫ് ഓവർ വർക്ക് ആൻഡ് നോ ലീവ്സ്, ഓവർ സ്ട്രെസ്. സോ ഇത് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.